ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 20ാമത്തെ എപ്പിസോഡാണ്. സോ ഇനി 3 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ സീസൺ 2 അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് അനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോട്ട് സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന നൊബാറ കൈ തട്ടി കോഫി ഗോജോയുടെ ഷർട്ടിലാക്കുന്നതാണ്. പണി പാളിയെന്ന് മനസ്സിലായ നൊബാറയും ഫുഷുഗ്രോയും യൂജിയും ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് മേപ്പോട്ട് നോക്കി നിൽക്കുന്നു. ശരി, നമ്മളെ വിശ്വസിച്ചു. ഈ ഷർട്ട് ഇവിടെ വെച്ച് പോയ ഇച്ചീജിയുടെ അടുത്താണോ തെറ്റ്, അതോ ഈ കോഫി ഷർട്ടിലാക്കിയ എന്റെ ഭാഗത്താണോ തെറ്റ് എന്ന് നൊബാറ ചോദിക്കുന്നു. അഫ്കോഴ്സ് നിന്റെ തെറ്റ് തന്നെയാണ് എന്ന് അവർ രണ്ടുപേരും പറയുന്നു. ശരി, ഇനി ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരച്ചൊരച്ച് ആ ഷർട്ട് മൊത്തം ആ കോഫി ആക്കുന്നു. വൈറ്റ് കളർ ഷർട്ടിൽ കറയായതുകൊണ്ട് തന്നെ ഇനി ഇത് പോകുമെന്ന് തോന്നുന്നില്ല, നമുക്ക് വേറെ ഷർട്ട് മേടിച്ചു കൊടുക്കാം എന്ന് നൊബാറ പറയുന്നു. അങ്ങനെ ഇത് ഏത് ബ്രാൻഡിന്റെ ഷർട്ടാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഫുഷിഗ്രോ. ഏകദേശം 1.3 ലാക്കാണ് ആ ഷർട്ടിന്റെ വില എന്ന് പറയുന്നത്. ഇത് കണ്ട് നൊബാറ യൂജി ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു. ടാക്സ് അടക്കം കൂട്ടിയിട്ടായിരിക്കുമല്ലേ ഇത്രേ എന്ന് യൂജി ചോദിക്കുന്നു. ഇല്ല, ടാക്സ് കൂട്ടിയിട്ടില്ല എന്ന് ഫുഷിഗ്രോയും പറയുന്നു. സോ ഗോജോ ലൈഫ് ഈസ് വെരി എക്സ്പെൻസീവ് യുനോ. പറഞ്ഞിട്ട് എന്താ കാര്യം, ഇപ്പൊ പെട്ടിക്കകത്തായി. അങ്ങനെ അവർ പിരിവിട്ടൊരു ഷർട്ട് മേടിക്കാമെന്ന് വിചാരിക്കുന്നു. എന്നാ അപ്പോഴാണ് തന്റെ ഷർട്ട് തെരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഗോജോ വരുന്നത്. ഗുഡ് മോർണിംഗ്, എന്റെ ഷർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഇച്ചിജി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് ഗോജോ നോക്കുന്ന സമയത്താണ് മിഗുമി പതിവിലും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. നിനക്കിത് എന്ത് പറ്റി എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് യൂജിയെ നൊബാറ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ഡ്രസ്സിനകത്ത് അവർ തന്നെ ഒളിപ്പിച്ചു വെച്ച ഗോജോയുടെ ഷർട്ട് യൂജി പുറത്തെടുക്കുന്നു. ഫുഷിഗ്രോയുടെ കോലം കണ്ട് യൂജിയും നൊബാറയും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. താൻ കാരണം സൂക്കുണ കൊന്ന എല്ലാവരെയും തന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ചുപോയ നൊബാറയെയും നനാമീനെയും എല്ലാം യൂജിക്ക് ഓർമ്മ വരുന്നു. ഇനി എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ കഴിവുകളെ പറ്റി ആലോചിച്ച് എനിക്ക് തന്നെ എന്നോട് അസൂയ തോന്നുന്നു. ഞാൻ ശരിക്കും ഒരു പവർഫുൾ ആയിട്ടുള്ള കേഴ്സാണ്. സോ മഹീറ്റോ യൂജി ഇപ്പോ ബ്ലാക്ക് ഫ്ലാഷ് വെച്ചാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് തുടങ്ങുന്നതിന് മുൻപേ ഞാൻ പറഞ്ഞതെല്ലാം നീ ഒരുപാട് ആലോചിച്ചതല്ലേ. ഇതൊരു വലിയ യുദ്ധമാണ്. തെറ്റ് ചെയ്താ ശരിയാക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മളിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു യുദ്ധം. നമ്മുടെ വംശത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ ശരിയാവും എന്ന് പറയുവാണ് മഹീറ്റോ. നീയും ഞാനും ഒന്നു തന്നെയാണ് യൂജി ഇറ്റാദോരി. മറ്റുള്ളവരെ ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ എങ്ങനെയാണോ ഞാൻ കൊല്ലുന്നത്, അതേപോലെയാണ് മറ്റുള്ളവരെ രക്ഷിക്കാൻ നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മഹീറ്റോ അവന്റെ മോന്ത കെട്ടൊന്നും കൊടുക്കുന്നു. നീ നിന്റെ മനസ്സ് പറയുന്നത് കേൾക്ക്. അടുത്ത 100 വർഷത്തിനുള്ളിൽ നമ്മളിൽ ആരാ ഇവിടെ ഉണ്ടാവുക എന്ന് നോക്കാനുള്ള വലിയ യുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം ഇപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിന്നെ കൊണ്ട് എങ്ങനെ എന്നെ തോൽപ്പിക്കാൻ പറ്റും? ഹേയ് യൂജി ഇറ്റാദോരി, നീ ഇതുവരെ എത്ര കേഴ്സുകളെ കൊന്നിട്ടുണ്ടെന്ന് നിനക്കറിയൂ? അറിയില്ലല്ലേ? എനിക്കും അതുപോലെ തന്നെയാണ്. നിനക്കാണെങ്കിൽ ഒരുപാടധികം കുറ്റബോധം തോന്നിയനെ, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. കുറച്ചു കാലം കഴിഞ്ഞാ എല്ലാവരെയും കൊന്നുകളഞ്ഞത് മറന്നതുപോലെ നിന്നെ കൊന്നതും അങ്ങ് മറന്നുപോകും എന്ന് പറഞ്ഞ മഹിറ്റോ യൂജിയപ്പോ കൊല്ലൂടാന്ന് പറഞ്ഞു വരുവാണ്. പെട്ടെന്നാണ് ഒരു ക്ലാപ്പിംഗ് സൗണ്ട് കേൾക്കുന്നത്. സോ മഹിറ്റോയുടെ മുമ്പിൽ ഇപ്പൊ യൂജിയെ കാണാനില്ല. ഇന്ത്യയിലെ ഗിയോൺ ആശ്രമത്തിലെ മണികൾ അത് ശബ്ദമുണ്ടാക്കുമ്പോഴറിയാം ഒന്നും പെർമനന്റ് അല്ലെന്ന്. സലാം മരങ്ങളുടെ പൂക്കൾ അവരുടെ നിറങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ജീവിതം അതെങ്ങനെയാണെന്ന്. എന്നാ അതിനെന്തെങ്കിലും തെറ്റ് സംഭവിച്ചാ അതിന്റെ കാരണം നമ്മൾ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് സാക്ഷാൽ ആ ടോഡോ അങ്ങോട്ട് വരുന്നു. സോ ചെക്കൻ വന്നു, ഇനി ഒന്നും നോക്കാനില്ല. പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ചു മുൻപേയുള്ള സീനാണ്. ടോഡോയും മറ്റൊരു സോസറും കൂടി ഗെറ്റോ നിന്നിരുന്ന സ്ഥലത്തോട്ട് വരുന്നു. അവിടെയുള്ള മനുഷ്യരെല്ലാം കണ്ട് ഇവരെല്ലാം മരിച്ചുപോയോ എന്ന് ആ സോസറർ ചോദിക്കുന്നു. അതിന് മറുപടി പറയാതെ സുഗുരു ഗെറ്റോ ആ പ്രസം റിയാൽ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു. ഇനി ഗോജോയെ രക്ഷിക്കുന്നതല്ല നമ്മുടെ പ്ലാൻ. പറ്റുന്നത്രയും നമ്മുടെ കൂടെയുള്ളവരെ രക്ഷിച്ച് ശത്രുക്കളെ ഇല്ലാതാക്കണം. ഇനി അതാണ് നമ്മുടെ ലക്ഷ്യം. വാ പോവാം, എന്റെ ബ്രദർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞ് ടോഡോ മുന്നോട്ട് പോകുന്നു. ഇവർക്ക് ആരും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇപ്പൊ ബ്രദർ ഉണ്ടെന്ന് പറയുന്നു. സോ അങ്ങനെയാണ് ടോഡോ ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? മുഖത്ത് തയമ്പ്, കൺചിമ്മുന്ന നേരം കൊണ്ട് നിന്ന സ്ഥലം തന്നെ മാറിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഹനാമി പറഞ്ഞത് ഇവനെ പറ്റിയാണോ എന്ന് മഹീറ്റോ ചിന്തിക്കുന്നു. ടോഡോ, എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ആ പെണ്ണിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവള് മരിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. ഇനി ജീവിച്ചു വന്നാ എന്നെ ഒന്നും പറയരുത്. മണ്ടത്തരം പറഞ്ഞത് മതി, ആദ്യം നീ എന്റെ ബ്രദറെ നോക്ക് എന്ന് ടോഡോ അവനോട് പറയുന്നു. എഴുന്നേക്ക് ബ്രദർ, ഇപ്പോഴാണ് നമ്മുടെ യുദ്ധം തുടങ്ങിയിരിക്കുന്നത് എന്ന് ടോഡോ യൂജിയെ നോക്കി പറയുന്നു. ടോഡോയുടെ ശബ്ദം കേട്ട് യൂജി കണ്ണു തുറക്കുന്നു.
സോ അവൻ മരിച്ചിട്ടില്ല. ടോ ടോ എന്നെ കൊണ്ട് ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. കുക്കുസാക്കി മാത്രമല്ല, നനാമിയും മരിച്ചുപോയി. സൂക്കുണയും ഒരുപാട് പേരെ കൊന്നു. എല്ലാവരെയും രക്ഷിക്കണമെന്ന് വിചാരിച്ച ഞാൻ എല്ലാവരെയും കൊന്ന് ഒരു കൊലപാതകയായി. ഇത്രയും നാൾ ഞാൻ എന്തൊക്കെ ചെയ്തു, അതെല്ലാം വെറുതെയായി. ഞാൻ തെറ്റ് ചെയ്തു. എന്നെ കൊണ്ട് ആരെയും രക്ഷിക്കാൻ പറ്റിയില്ല. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് യൂജി. കുറച്ചുകൂടി ഒച്ചത്തിൽ സംസാരിക്കുകയും നീ പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് യൂജി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ് മഹിറ്റോ. പെട്ടെന്ന് തന്നെ ടോഡോയുടെ കൂടെ വന്ന സോസർ ഉണ്ടായിരുന്ന സ്ഥാനത്തോട്ട് ടോഡോ മഹിറ്റോയെ മാറ്റുന്നു. ഇതേ സമയം മഹിറ്റോ ടോഡോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. എന്നാൽ ടോഡോ നിന്നിരുന്ന സ്ഥലത്തോട്ട് മഹിറ്റോ നിന്നിരുന്ന സ്ഥലത്തോട്ട് ടോഡോയും മാറുന്നു. ടോഡോ അവന്റെ മോന്തിക്കിട്ട് ഒറ്റ ചവിട്ടങ്ങ് കൊടുക്കുന്നു. തെറിച്ചുപോയി ആ സോസറിന്റെ അടുത്തോട്ട് പോയി വീഴുവാണ് മഹിറ്റോ. ഇതേ സമയം അവനെയും ടോഡോ അവിടെ നിന്നും മാറ്റുന്നു. അമേസിംഗ്. എന്തൊക്കെ ചെയ്യാനെന്ന് വിചാരിച്ചാലും അത് മൊത്തം പ്രശ്നമാണല്ലോ. ഹേയ് ബ്രദർ, നിന്നെ പോലെ ഒരാൾ ഒരിക്കലും തളരാൻ പാടില്ല. നമ്മളെല്ലാം ജുജുത്സു സോസറേഴ്സ് ആണ്. നീയും ഞാനും കുകുസാക്കിയും നനാമിയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരും ജുജുത്സു സോസറേഴ്സ് ആണ്. സോ നമ്മൾ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഇതുവരെ മരിച്ചവരുടെ മരണമൊന്നും വെറുതെ ആവില്ല. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നത് നമ്മുടെ ജോലിയല്ല. ജുജുത്സു സോസറായ അന്നു മുതൽ ഇതിനെല്ലാം കാരണം കർമ്മയാണെന്ന് പറഞ്ഞ് തട്ടിക്കളയാൻ പറ്റില്ല. ഇതുവരെ മരിച്ചവരുടെ മരണത്തിന് ഒരർത്ഥം തേടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമില്ലാതായി മാറും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവർ നിന്നെ വിശ്വസിച്ച് കുറച്ച് കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലേ, അതിന് പെട്ടെന്നൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നിരുന്നാലും മറുപടി കിട്ടാതെ ഒരിക്കലും തോറ്റു കൊടുക്കരുത്. പിന്നെ ഇതുവരെ ന്യായത്തിന് വേണ്ടി പോരാടിയവരുടെ ജീവനൊന്നും വെറുതെ പോവാൻ നമ്മൾ സമ്മതിക്കരുത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് എന്റെ ബ്രദറിനോട് പറയാനില്ല എന്ന് പറഞ്ഞ് ടോഡോ മുന്നിലോട്ട് നടക്കുന്നു. പിന്നീട് ടോഡോയുടെ കൂടെ വന്ന ആ സോസറർ യൂജിയുടെ ശരീരത്തിലെ മുറിവുകൾ ഹീൽ ചെയ്യുന്നു. ഇതുകൊണ്ട് നിങ്ങളുടെ മുറിവെല്ലാം ഹീലായെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇതുവരെ കൊണ്ട അടിയുടെ വേദന ഒന്ന് കുറയും, പുറത്തു പോകുന്ന ബ്ലഡും നിൽക്കും. ഇനി അങ്ങോട്ട് അടി മേടിക്കുന്ന സമയത്ത് ഈ ടെക്നിക്ക് ഉള്ളത് കൊണ്ട് വേദന ഇല്ലാതിരിക്കില്ല. സോ ഇതുവരെ കൊണ്ട അടിക്ക് മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞ സോസർ ടോഡോയുടെ ബ്രദറിനെ കാണാൻ ടോഡോയുടെ പോലെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നു. ഇതേ ട്രീറ്റ്മെന്റ് ആണ് അവിടെ കിടക്കുന്ന ആ പെണ്ണിനും ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ വരുന്ന സമയത്ത് അധികം പൾസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അധികം സമയമാവാത്തത് കൊണ്ട് ഒരുപക്ഷെ ജീവനോടെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അവളെ ഇവിടെ നിന്നും കൊണ്ടുപോവാ. ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാ പറഞ്ഞ്, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ചിന്തിക്കല്ലേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആ സോസർ അവളെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ട് യൂജിക്ക് കുറച്ചധികം സമാധാനാവുന്നുണ്ട്. ഇതേ സമയമാണ് ടോഡോ മഹിറ്റോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മഹിറ്റോ ടോഡോയെ അറ്റാക്ക് ചെയ്യൂടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മഹിറ്റോയെ ഒറ്റ ചവിട്ട് അങ്ങ് ചോട്ടുവാണ് ടോഡോ. പിന്നീട് മഹിറ്റോയും ടോഡോയും നല്ല രീതിക്ക് തന്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മഹിറ്റോ ടോഡോയെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ടോഡോ മഹിറ്റോ നിന്നിരുന്ന സ്ഥലത്തോട്ട് മാറുന്നു. സോ എത്രയൊക്കെ വിചാരിച്ചിട്ടും മഹിറ്റോക്ക് ടോഡോയെ തൊടാൻ വേണ്ടി സാധിക്കുന്നില്ല. പെട്ടെന്ന് മഹിറ്റോ ട്രാൻസ് ഹ്യൂമൻ കേഴ്സിനെ വെച്ച് ടോഡോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ടോഡോ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. രക്ഷപ്പെട്ടു. ശരി, വാടാ, സ്ഥലം മാറിക്കോ. ഞാനിപ്പോ അതിനു വേണ്ടി തയ്യാറായിട്ടാ നിൽക്കുന്നേ. ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഞാൻ നിന്നെ തൊടും. ഇനി ഒരു പ്രാവശ്യം കൂടിയും അത് ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോഴേ ആ കേഴ്സിന്റെ ശക്തി എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂ എന്ന് മഹിറ്റോ പറയുന്നു. സോ അപ്പോഴാണ് ടോഡോ നിന്നിരുന്ന സ്ഥലത്തോട്ട് യൂജി വരുന്നത്. എന്നോട് ക്ഷമിക്കും നനാമി, ഇനിയെല്ലാം നീ വേണം നോക്കാൻ എന്ന് നനാമി പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ കഷ്ടപ്പെട്ടതിനെല്ലാം റിസൾട്ട് കിട്ടും എന്ന് യൂജി പറയുന്നു. ഡെഡ് ബോഡി എഴുന്നേറ്റല്ലോ എന്ന് മഹിറ്റോയും പറയുന്നു. വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞ് ടോഡോയും യൂജിയും മഹിറ്റോയും ഒരു വലിയ ഫൈറ്റിന് എന്നെ തയ്യാറെടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഷിബുയയിലോട്ട് പോകുന്ന ഒരു ട്രെയിനാണ്. അതിൽ മെഗമാറോയും പിടിച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഓൾറെഡി തീരാറായി കാണും. അതുകൊണ്ട് ഇനി നീ ഷിബുയയിലോട്ട് പോകുന്നതിൽ ഒരർത്ഥവുമില്ല. തിരിച്ചു പോവും ഇവ എന്ന് മെഗമാറോ പറയുന്നു. എന്താ ടോഡോയും നീതയും മാത്രം പോയത് എന്ന് മിയാവ ചോദിക്കുന്നു. ഷിബയിലോട്ട് പോയത് കൊണ്ട് ടോഡോ മരിക്കാൻ 99% സാധ്യതയില്ല. ടോഡോ ഉള്ളത് കൊണ്ടാണ് നീറ്റിനെയും കൂടെ അയച്ചിരിക്കുന്നത് എന്ന് മെഗമാറോ പറയുന്നു. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ? ഞാൻ വെറൊരു യൂസ്ലെസ് ആണോ? പ്രശ്നങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് വലുതാണ്. പോവാത്തത് നീ മാത്രമല്ല, മായി, കാമോ, നിശമിയ, പിന്നെ ഒറ്റാഹിമി, അവരാരും പോയിട്ടില്ല. 31-ാം തീയതി നിങ്ങൾ ആരും ഇവിടെ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെല്ലാവരെയും കിയോട്ടോയിലോട്ട് അയച്ചത് എന്ന് മെഗമാറോ പറയുന്നു. നീ എന്താ ഞങ്ങളോടൊന്നും പറയാണ്ടിരുന്നേ? ഞങ്ങളോട് സഹായം ചോദിക്കാമായിരുന്നല്ലോ. ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് അല്ലേ? ഇനി ഞാൻ വീക്കായതുകൊണ്ടാണോ എന്നോടൊന്നും പറയാണ്ടിരുന്നേ? ഏയ്, അങ്ങനെയല്ല. ഞാനാണ് ഇവിടെ വീക്കായിട്ടുള്ളവൻ. അതുകൊണ്ടാ തെറ്റായിട്ടുള്ള തീരുമാനം എടുത്ത്. അങ്ങനെ ഒരു സിറ്റുവേഷനില് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പോലും എന്നെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാൻ ഒരുപാട് സ്നേഹിച്ച ഒരു പെണ്ണുണ്ട്.
അവളെ പ്രൊട്ടക്ട് ചെയ്താൽ മതി, ഈ ലോകത്തിന് എന്തൊക്കെ സംഭവിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു ഞാൻ. അവൾക്ക് എന്നെ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യും. ടൈം അവസാനിച്ചു മിയാവാ, എനിക്ക് പോവാനുള്ള സമയമായി. മെഗമാറോ പോവല്ലേ, എന്നെ വിട്ട് പോവല്ലേ. ഒരുപാട് നന്ദിയുണ്ട് മിയാവാ. ഗുഡ് ബൈ. മെഗമാറോ പോവല്ലേ. മീവ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, എന്നാ നീ ഹാപ്പി ആയിട്ടിരുന്നാൽ ഞാൻ എന്റെ ലക്ഷ്യം സാധിച്ചു എന്നർത്ഥം എന്ന് മെഗമാറോ അവളുടെ അടുത്ത് വന്ന് പറയുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. എന്നാ മെഗമാറോയുടെ യഥാർത്ഥ രൂപം മിയാവ കാണുന്നില്ല. അങ്ങനെ എന്നേക്കുമായി മെഗമാറോ മിയാവിനെ വിട്ടുപോകുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആ ട്രെയിനിന്റെ പുറകിലിരുന്ന് മറ്റുള്ളവരൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഉത്താഹിമി മാഡം, മെഗമാറോ ചെയ്തതിനെല്ലാം ഒന്നും സംഭവിക്കില്ല, അവനല്ലേ ആദ്യം മരിച്ചേ എന്ന് ഉത്താഹിമി പറയുന്നു. നമ്മളെ പറ്റി അവൻ ഇങ്ങനെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അതെ, ഈ ടോഡോ മാത്രം മരിക്കില്ല എന്ന് പറഞ്ഞത് എന്ത് വിചാരിച്ചിട്ടാ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ മരിക്കുമെന്നാണ് അതിനർത്ഥം. എന്റെ ജൂനിയറിനെ കരയിപ്പിച്ച എല്ലാവരെയും ഞാൻ കൊന്നുകളയും എന്ന് മോമോയും പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മഹിറ്റോനെയും ടോഡോനെയും ആണ്. യൂജിയും ടോഡോയും മാറി മാറി മഹിറ്റോയെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയം യൂജി കേഴ്സ് എനർജി വെച്ച് 2 കല്ലുകൾ മുകളിലോട്ട് എറിയുന്നു. പെട്ടെന്ന് ആ കല്ലുകൾ നിന്നിരുന്ന സ്ഥലത്തോട്ട് യൂജിയും ടോഡോയും വരുന്നു. ജീവനില്ലാത്ത വസ്തുക്കളെയും വെച്ച് സ്ഥലം മാറാൻ പറ്റുമോ എന്ന് ചിന്തിക്കുവാണ് മഹിറ്റോ. സോ ടോഡോയും യൂജിയും മുകളിൽ നിന്ന് വന്ന് മഹിറ്റോയെ വളരെ ഫോഴ്സിൽ അറ്റാക്ക് ചെയ്യുന്നു. അവർ നിന്നിരുന്ന സ്ഥലം തന്നെ പൊട്ടി അവർ അടിയിലെ ഫ്ലോറിലോട്ട് വീഴുന്നു. നോക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ ഇരുട്ടാണ്. പെട്ടെന്ന് തന്നെ മഹിറ്റോ 2ആയി വന്ന് യൂജി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ടോഡോ ഉള്ളിടത്തോളം കാലം യൂജിയുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ലെന്ന് നമുക്കറിയാലോ. അങ്ങനെ ടോഡോ യൂജിയും മാറി മാറി മഹിറ്റോയെ അറ്റാക്ക് ചെയ്യുന്നു. സോൾ മൾട്ടിപ്പിൾസിറ്റി, ബോഡി റിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് മഹിറ്റോ അവന്റെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. പക്ഷേ ആ ഫ്ലോറും പൊളിച്ച് അവർ വീണ്ടും താഴോട്ട് പോകുന്നു. ടോഡോക്കും യൂജിക്കും ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഗൊറില്ല ഇപ്പോഴും ഫുൾ എനർജിയിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ ഞാനിരിക്കുന്ന സിറ്റുവേഷനില് അവൻ ഇല്ലാതാക്കാൻ പറ്റുമോ? ഇറ്റാദോരിയുടെ സോൾ എനർജി ഇപ്പോഴും കുറഞ്ഞ് 10% മാത്രമേ ഉള്ളൂ. എന്റെ ആത്മാവിന്റെ ശക്തിയാണെങ്കിൽ 40% ഉണ്ട്. എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാതായതുകൊണ്ട് മാത്രമല്ല, ഇറ്റാദോരിയുടെ ബ്ലാക്ക് ഫ്ലാഷ് അത് കാരണമാണ് എന്റെ എനർജി ഇത്രയും കുറഞ്ഞത്. ഇതിനെല്ലാം കാരണമായത് ആ പെണ്ണാണ്. അവളൊന്നും ഒന്നുമില്ലെന്ന് ഞാൻ വിചാരിച്ചു. ശരി, സ്ഥലം മാറ്റി എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന അവനെ ഞാൻ ആദ്യം കൊല്ലണം എന്ന് പറഞ്ഞ് മഹിറ്റോ അവർക്ക് നേരെ ഒരു ട്രെയിൻ പോലെ കേഴ്സിനെ പറഞ്ഞു വിടുന്നു. പെട്ടെന്ന് എതിർദിശയിൽ നിന്ന് ഒരു കേഴ്സ് വരുന്നത് കൊണ്ട് ക്ലാപ്പ് ചെയ്ത് ടോഡോ അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നു. പെട്ടെന്ന് അതിനകത്ത് നിന്നും വന്ന മഹിറ്റോ ടോഡോക്ക് നേരെ ഓടുന്നു. ഒരുപാട് കത്തിയെടുത്ത് ടോഡോക്ക് നേരെ എറിയുവാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ ടോഡോ ഒഴിഞ്ഞു മാറുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം ഒരു സോഡാക്കി മാറ്റി മഹിറ്റോ ടോഡോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ തിരിച്ച് ടോഡോ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണ് മഹിറ്റോ. പെട്ടെന്ന് മഹിറ്റോടെ 2 സോഡും പിടിച്ചു വെക്കുവാണ് ടോഡോ. ഇതേ സമയം മൂന്നാമതൊരു കൈ കൊണ്ടുവന്ന് ടോഡോയെ തൊടാൻ വേണ്ടി മഹിറ്റോ ശ്രമിക്കുന്നു. എന്നാൽ പെട്ടെന്ന് എന്നെ ക്ലാപ്പ് ചെയ്ത് ഒഴിഞ്ഞു മാറിയ ടോഡോ മഹിറ്റോടെ മോന്തിക്കിട്ട് ഒറ്റ ചവിട്ട് അങ്ങ് കൊടുക്കുന്നു. തെറിച്ചുപോയ മഹിറ്റോ ഒരു ലിഫ്റ്റിലോട്ടാണ് വീഴുന്നത്. അത് അവനെ മുകളിലോട്ട് കൊണ്ടുപോകുന്നു. ഇത് കണ്ട് ടോഡോ സ്റ്റെയർകേഴ്സ് വഴി മുകളിലോട്ട് പോവാമെന്ന് തീരുമാനിക്കുന്നു. പെട്ടെന്ന് തന്നെ യൂജി അങ്ങോട്ട് വരുന്നു. അവർ 2 പേര് സ്റ്റെയർകേഴ്സ് വഴി മുകളിലോട്ട് പോകുന്നു. സോ ഓടിക്കൊണ്ടിരിക്കുന്ന ടോഡോ ഒരു കല്ലെടുത്ത് യൂജിക്ക് കൊടുക്കുന്നു. യൂജി അത് കേഴ്സ് എനർജി യൂസ് ചെയ്ത് മഹിറ്റോക്ക് നേരെ എറിയുന്നു. ഒരിക്കലും ഒരു ലെവലപ്പ് ഉണ്ടായില്ലെങ്കിൽ നിങ്ങളും ഞാൻ ഒരിക്കലും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഈ കേഴ്സ് സ്പിരിറ്റ് ബ്ലാക്ക് ഫ്ലാഷ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. സോ കുറച്ച് പുറകോട്ട് നിൽക്കുന്നത് ഇവിടെ ഞാൻ മാത്രമാണ്. നിങ്ങളിപ്പോ വളരെയധികം പവർഫുൾ ആയി മാറിയിരിക്കുന്നു ബ്രദർ. എന്നായി ടോഡോ, നിനക്കിത് മതിയെന്നാണോ നീ വിചാരിക്കുന്നേ? നിന്റെ ബ്രദറിനെ വീണ്ടും ഒറ്റയ്ക്കാക്കാൻ പോവാണോ നീ? ആയി ടോഡോ, നിന്റെ പവർ കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ടോഡോ ബ്ലാക്ക് ഫ്ലാഷ് വെച്ച് മഹിറ്റോയെ ഒറ്റ ചവിട്ട് അങ്ങ് കൊടുക്കുന്നു. പമ്പരം പോലെ കറങ്ങി കറങ്ങി മഹിറ്റോ തെറിച്ചു പോയി ഒറ്റ ദൂരെ അങ്ങ് വീഴുന്നു. എന്നാൽ മഹിറ്റോക്ക് കാര്യമായിട്ട് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ എന്തൊക്കെ ചെയ്താലോ എന്റെ ആത്മാവിലെ ഒരു പോറൽ പോലും വരുത്താൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മഹിറ്റോ മനസ്സിൽ പറയുന്നു. സോ ആ ഒരു സിറ്റുവേഷനില് അവർ 3 പേരും അവരുടെ 120% പവേഴ്സും പുറത്തെടുത്തിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ മഹിറ്റോ അവന്റെ വയറ്റിൽ നിന്ന് ഒരുപാടധികം കേഴ്സുകളെ എടുത്ത് അവർക്ക് നേരെ പറഞ്ഞു വിടുന്നു. ഇത്രയും അടുത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ടോഡോക്ക് തന്റെ ടെക്നിക്ക് യൂസ് ചെയ്യാനും പറ്റുന്നില്ല. ഇനി മഹിറ്റോയെ എങ്ങനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ് യൂജിയും ടോഡോയും. സോ അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതിരിക്കും. Bye bye.